നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ജാർഖണ്ഡിൽ 10 പേർ CBI കസ്റ്റഡിയിൽ. പറ്റ്നയിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, CBIയുടെ ആദ്യ അറസ്റ്റ് നടപടിയാണെന്നിപ്പോൾ പറ്റ്നയിൽ ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ എന്താണ്? അനുജ, നീറ്റ് പരീക്ഷ ക്രമക്കേട് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള CBIയുടെ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനീഷ് പ്രകാശ്, അശുതോഷ് എന്നീ 2 പേരെയാണ് പട്നയിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജാർഖണ്ഡിലെ ചോദ്യപേപ്പർ ചോർച്ച നടന്നുവെന്ന് സംശയിക്കുന്ന ഹസാരിബാഗിലെ സ്കൂൾ, ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതും ശക്തമായി പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ 10 പേരാണ് CBI കസ്റ്റഡിയിലുള്ളത്. ഇതിൽ ചിലരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഹസാരിബാഗ് സ്കൂള് പ്രിൻസിപ്പൽ, ഒപ്പം തന്നെ അവിടുത്തെ ജീവനക്കാർ, കൂടാതെ ഒരു ഇ-റിക്ഷ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ CBI കസ്റ്റഡിയിലുള്ളത്. ഇവരെ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ CBI എത്തിച്ച് ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ്. നേരത്തെ കൊറിയർ കമ്പനി ഈ ചോദ്യപേപ്പറുകൾ അതാത് കേന്ദ്രങ്ങളിലേക്ക് അയച്ചതിൽ വലിയ വീഴ്ചകൾ വരുത്തിയിരുന്നു. ഇ-റിക്ഷ മുഖാന്തരമായിരുന്നു ഇത്തരം ചോദ്യപേപ്പറുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അയച്ചത്. അപ്പോൾ അതിലടക്കമുള്ള വീഴ്ചകൾ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഈ ഹസാരിബാഗിലാണ് ഈ ചോദ്യപേപ്പറുകൾ സൂക്ഷിച്ചിരുന്ന കവറുകൾ അത് ശരിയായ മാതൃകയല്ലാതെ പൊട്ടിച്ചതുൾപ്പെടെയുള്ളത് അന്വേഷണത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമായിരുന്നു ഇതിൽ പ്രാഥമിക അന്വേഷണം അടക്കം നടത്തിയത്. ഇപ്പോൾ നിലവിൽ ഈ കേസ് ഏറ്റെടുത്ത CBI വിശദമായ അന്വേഷണത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരുടെ ഫോൺ കേന്ദ്രീകരിച്ചും മറ്റ് വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ളവയാണ് പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ CBI പരിശോധിച്ചു വരുന്നത്. എന്തായാലും കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അനുജ, ഈ ചോദ്യപേപ്പർ ചോർച്ച കേസിലാണ് CBIയുടെ ആദ്യ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. പറ്റ്നയിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൂടാതെ ജാർഖണ്ഡിൽ 10 പേരെ കസ്റ്റഡിയിലെടുത്ത്. കൂടുതൽ പേരുടെ കസ്റ്റഡിയൊക്കെ ഉണ്ടാകുമെന്ന വിവരം കൂടി അച്യുതൻ നൽകുന്നുണ്ട്.